സ്ത്രീയായിട്ട് ജനിച്ചതിലുള്ള ഒരു അഭിമാനമാണ് ഈ നിമിഷം നമുക്കുള്ളത്. എന്നാൽ സ്ത്രീക്ക് ഇത്രയേറെ ഹൈപ്പ് കൊടുത്ത് വന്ന ഒരു പ്രധാനമന്ത്രി ഇതിപ്പോൾ മോദിജി മാത്രമാണ്. ലേഡീസിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പല സുകന്യ സമൃദ്ധി യോജന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മോദിജിയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ബെറ്റർ. ഇപ്പോൾ പഠിക്കാൻ വിടാൻ പേടിയാണ്. എങ്ങനെ പഠിക്കാൻ വിടും? ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണം, SFI എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയായിട്ട് മാറിയിരിക്കുക. എല്ലാ അമ്മമാർക്കും പേടിയാണ്. പിണറായിയുടെ ഏറ്റവും മോശമായ ഭരണത്തിൽ നമുക്ക് ഏറ്റവും ഇതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. UDF LDF പറയുന്നത് എന്താണ്? BJPയെ തോൽപ്പിക്കണം. എനിക്കറിയില്ല ഈ BJPയെ തോൽപ്പിച്ചിട്ട് ഇവർക്ക് എന്താണ് കിട്ടാനുള്ളത്. കൊച്ചി എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വികസന സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ 5 വർഷം ഇരുന്ന MPക്ക് ആകെപ്പാടെ അവകാശപ്പെടാനുള്ളത് ഇവിടുത്തെ നമ്മുടെ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന അതിന് ഈ റീഡെവലപ്മെൻറ്റ്, സ്റ്റേഷൻസിൻ്റെ റീഡെവലപ്മെൻറ്റാണ്. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം, ഇത് കേന്ദ്ര ഗവൺമെൻറ് സെലക്ട് ചെയ്ത, അവർക്ക് സെലക്ഷൻ ചില പ്രക്രിയകളുണ്ടായത്, സെലക്ട് ചെയ്ത വികസന സാധ്യതയുള്ള 2 സ്റ്റേഷനുകൾ എറണാകുളം നോർത്തും എറണാകുളം സൗത്തുമായിട്ട് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അത് ആ ലിസ്റ്റിൽ പെടുത്തിയത്. അത് നമ്മുടെ MPയുടെ പ്രത്യേകതരമായിട്ടുള്ളൊരു കഴിവ് അതിൻ്റെ പിന്നിലില്ല. അവർക്ക് എതിർക്കാതിരിക്കാൻ കഴിയത്തില്ലല്ലോ, കാരണം അവർക്ക് എതിർപ്പ് പറയാനല്ലേ പറ്റത്തുള്ളൂ. മറ്റേ അവർക്ക് ഒരു ഉണ്ടയില്ല വഴിയല്ലേ ഈ പറയുന്നത്. ഇതിൽ കാര്യങ്ങളെല്ലാം ഒരു കാമ്പുള്ള ഒരു വസ്തുതകളല്ലല്ലോ അവർ പറയുന്നത്. അവർക്ക് എന്താ പറയാനുള്ളത്? ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും മാറി മാറി ഭരിച്ച് കേരളം ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തിനേക്കാളും വളരെ അധപ്പതിച്ച നിലയിലാണ് കാണുന്നത്. എന്താ പറയുന്നത്, വളരെ തരം താണ രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണവും എല്ലാം പോയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സാധാരണ സ്കൂളുകളിലും ഒക്കെ കുട്ടികളെ പറഞ്ഞയക്കാൻ തന്നെ സാധാരണ വീട്ടമ്മമാർക്കോ അതുപോലുള്ള മറ്റുള്ളവർക്കോ പാരൻസിനോ ഒക്കെ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന സമയമാണ്. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുകയും കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വിലക്കായിട്ട് വേണമെങ്കിൽ ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. KCB ആയാലും വെള്ളക്കരമായാലും ഒരു വീട് വെക്കാനായാലും വെച്ച വീടിൻ്റെ ടാക്സ് ആയാലും നമ്മൾക്കൊക്കെ താങ്ങാവുന്നതിനേക്ക് പരിധി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിത നിലവാരം വളരെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഈ വോട്ടിൻ്റെ ഒരു നമ്മൾ ചിന്തിച്ച് നമ്മൾ മനസ്സിലിരുത്തി ഇവർ രണ്ടുപേരും നമുക്ക് എന്തൊക്കെ ചെയ്തു എന്ന് ആലോചിച്ച് നമ്മുടേതായ വീക്ഷണത്തിലൂടെ നല്ലൊരു വോട്ട് ചെയ്ത് നമ്മുടെ ജീവിത നിലവാരത്തിൽ മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗമാണ് എനിക്ക് പറയാനുള്ളത്. Indian Institute of Commerce Lakshya presents Janashabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.